പുതുതായിട്ട് വരുന്ന ക്രിയേറ്റേഴ്സ് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് സത്യസന്ധമായിട്ട് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രൊമോഷൻസ് ചെയ്യുന്നത് നിങ്ങളൊരു തെറ്റായിട്ട് കാണണ്ട. പക്ഷേങ്കിൽ അത് ചെയ്യുന്ന രീതി നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് അത് തെറ്റാവുന്നുള്ളൂ. അല്ലാത്ത പക്ഷം പ്രൊമോഷൻസ് ചെയ്യുന്നത് ഒരു തെറ്റൊന്നുമല്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ കള്ളം പറയാൻ അഥവാ ജനങ്ങളെ പറ്റിക്കാനാണ് കൂടുതൽ അവസരങ്ങളുള്ളത്, എസ്പെഷ്യലി ഈ സ്കിൻ കെയർ റിലേറ്റഡ് നീഷിൽ. ഏകദേശം ഒരു കൊല്ലത്തിന് മുകളിൽ ഈ ഒരു നീഷിൽ വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് ഒരു ക്രിയേറ്റർക്കുള്ളത്. ഒന്നില്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ബ്രാൻഡിന്റെ നല്ലൊരു അടിമയായിട്ട് ജീവിക്കാം. കാര്യം കൊളാബറേഷൻ എന്ന പേരിൽ ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാൻഡുകൾ അവരെ പ്രൊഡക്റ്റ് നമുക്ക് അയച്ചു തരും. ആസ് എ ക്രിയേറ്റർ എനിക്ക് അയച്ചു തരും. അവരിത് അയച്ചു തന്നതിന് ശേഷം അവർ ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം സമയം നമുക്ക് തരും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒത്തിരി ദിവസം ഉപയോഗിച്ചു, നമുക്ക് ഇങ്ങനെ ബിഫോർ ആഫ്റ്റർ എഫക്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സ്ക്രിപ്റ്റ് നമുക്ക് തരും. ആ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് അതിന് നല്ലൊരു പ്രതിഫലവും നമുക്ക് കിട്ടും. ഇതിൽ തന്നെ ഒരു 10% ബ്രാൻഡുകൾ മാത്രം നമ്മുടെ, അതായത് എന്റെ ആവശ്യം അങ്ങോട്ട് കേട്ട് അംഗീകരിച്ചിട്ടുണ്ട്. എന്റെ ആവശ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 15 ദിവസം തൊട്ട് 30 ദിവസം വരെ അവരെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിക്കാനുള്ള സമയം തരണം. ഇതിനകം എനിക്ക് ഉപയോഗിച്ചിട്ട് കിട്ടിയ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പ്ലസ് ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ അയച്ചിരിക്കുന്ന സ്ക്രിപ്റ്റിൽ ഉള്ള വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഡക്റ്റിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ എന്ന് നോക്കിയിട്ട് അതിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് പ്ലസ് എന്റെ ഒരു റിവ്യൂ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു പ്രൊമോഷൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ബട്ട് ഈ ഒരു സമ്പ്രദായം നടന്നു കിട്ടാൻ നല്ല പാടായതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല ബ്രാൻഡുകളെ ഒക്കെ തന്നെ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളെ ഒക്കെ തന്നെ റിജക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബിക്കോസ് അവരവരുടെ സ്ക്രിപ്റ്റ് വായിക്കുന്നവർക്കാണ് മുൻഗണന കൊടുക്കുക, അല്ലാതെ അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നവർക്കല്ല. സോ ക്രിയേറ്റേഴ്സ് ആൻഡ് വ്യൂവേഴ്സ്, നിങ്ങളോട് എല്ലാവരോടും കൂടെ പറയാൻ എനിക്ക് ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതത്തിലും ഇത് പ്രാക്ടിക്കൽ ആവും. നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും 2 ഓപ്ഷൻ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാം, അല്ലെങ്കിൽ അടിമകളായി ജീവിക്കാം. ബ്രോ, തെറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു. സോ അടിമകളാവണോ അതോ നല്ലൊരു മനുഷ്യനാവണോ, ഇറ്റ്സ് യുവർ ചോയ്സ്. അതെല്ലാം നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. സോ ചൂസ് വൈസ്ലി എന്താവണം എന്നുള്ളത്.